ശ്രീരാമനല്ലാതെ മറ്റാരും തനിക്കാധാരമില്ല. ദേവനോടൊപ്പം താൻ വരുന്നതുമൂലം ദോഷമൊന്നും വരികയില്ല. നാഥന്റെ സന്നിധിയിൽ എപ്പോഴും കഴിയുമ്പോൾ തന്നെ ആർക്കെങ്കിലും പീഡിപ്പിക്കാനാവുമോ എന്ന ചോദ്യത്തിൽ സീതയ്ക്ക് ദേവനിലുള്ള വിശ്വാസം മാത്രമല്ല ഉള്ളത്, ശ്രീരാമന്റെ ദൈവിക സ്വഭാവവും അതിൽ സൂചിതമാകുന്നു. ഭർത്താവിനോടൊപ്പം നടക്കുമ്പോൾ കൂർത്തു മൂർത്ത കല്ലും മുള്ളും ഉള്ള വഴികൾ പോലും പൂവിരിച്ച പാതകൾ ആയേ തനിക്ക് അനുഭവപ്പെടുകയുള്ളൂ. വല്ലഭൻ കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടം തനിക്ക് അമൃതോപമം. മുമ്പ് ജ്യോതിശാസ്ത്ര വിശാരദനായ ഒരു ബ്രാഹ്മണൻ തന്നോട് പറഞ്ഞ കാര്യമെന്തെന്നു സീതാദേവി വെളിപ്പെടുത്തുന്നു. രാമായണങ്ങൾ പലതും കവിവരന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സീതയെ കൂടാതെ ശ്രീരാമൻ കാനനവാസത്തിനു പോയതായി അതിലൊന്നിലുമില്ല. പുരുഷനില്ലാതെ പ്രകൃതിക്കോ പ്രകൃതിയില്ലാതെ പുരുഷനോ സൃഷ്ടിയിലൂടെ നിലനിൽക്കുക സാധ്യമല്ല. ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ, നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിധേ, പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ, നിന്നുടെ സന്നിധൗ സന്തതം വാണിടും, എന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ, വല്ലതും മൂലബല ജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടം എനിക്കമൃതോപമം, ഭർത്താവു തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തു മൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങളെനിക്കതും, പുഷ്പബാണോപമ നീ വെടിഞ്ഞിടല, ഏതുമേ പീഡയുണ്ടാകയില്ലെന്മൂലം, ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ, കശ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്രവിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു, ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും, ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിന്നിയും ഒന്നു ചൊല്ലിടുവൻ, രാമായണങ്ങൾ പലതും കവി വരരാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ, ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ, ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു
രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. എന്നിരിക്കെ പുനരന്നെയുപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ, എന്നുമൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണേ.